ARM. ഓഹ്, എന്തൊരു പടമാണ്. അജയൻ്റെ രണ്ടാം മോഷണം, ശ്രീധരേട്ടൻ്റെ ഒന്നാം തിരുമുറിവ് എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലത്തെ ടൈറ്റിൽസ് ഇന്ന് കോപ്പി അടിച്ചാണോ എന്നൊക്കെ എനിക്ക് ആദ്യം സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കിടിലമായി പോയി. ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ പടം എന്ന് പറയുമ്പോൾ പുള്ളിയെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കാൻ ഏറ്റവും മികച്ച ഒരു പടം എന്നൊക്കെ വേണേൽ പറയാം. 3 റോളിലാണ് ടൊവിനോ ഇതിനകത്ത് വരുന്നത്. ജിതിൻ ലാലിൻ്റെ പരിപാടികൾ കൊള്ളാം, ഭയങ്കരമായിപ്പോയി. എന്തൊരു പടമാണ്. ആ 3 കാലഘട്ടം കാണിക്കുന്നതും 3 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതുപോലത്തെ ഒരു പടം നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിരുന്നെങ്കിൽ കൂട്ടിയാൽ കൂടുമോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. മണിയൻ എന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണത്. പിന്നെ അജയൻ, പിന്നെ കുഞ്ഞിക്കേലു. അജയനും കുഞ്ഞിക്കേലുവും കുറച്ച് സട്ടിലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ മണിയൻ ഭയങ്കരമായിപ്പോയി. സുജിത് നമ്പ്യാറാണ് ഇതിൻ്റെ റൈറ്റർ. പുള്ളിയുടെ റൈറ്റിങ്ങും നമ്മുടെ ജിത്തിൻ്റെ ഡയറക്ഷനും കൂടെ ആയപ്പോൾ പിന്നെ ടൊവിനോയുടെ അഭിനയം പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമല്ല, ഭൂരിപക്ഷം ആൾക്കാരുടെ ഒപ്പീനിയൻ ആയിരിക്കും മണിയനാണ് ഇതിൻ്റെ ഹീറോ. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വലിയ കഥയൊന്നുമല്ല, ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. വിഗ്രഹമോഷണം എന്നൊരു സംഭവമാണ്. പഴയകാലം, കളരി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ റൊമാൻസ്. അജയൻ്റെ അയ്യോഭാവം അഭിനയിച്ച ആൾ തന്നെയാണോ ഈ മണിയൻ അഭിനയിച്ചത് എന്ന് നമുക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ടൊവിനോയുടെ അഭിനയം. ഈ മണിയൻ എന്ന ക്യാരക്ടർ ടൊവിനോ അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത് ആൾക്കാരുടെ ഇടയിൽ ഓക്കെ ആവുമോ എന്നുള്ളത് ഡൗട്ടാണ്. ലാലേട്ടനായാലും മമ്മൂക്കയാണേലും ചിലപ്പം പ്രഭാസ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആവുമായിരുന്നു. പക്ഷേ പ്രഭാസിന് ഇങ്ങനത്തെ നല്ല കഥകളൊന്നും കിട്ടാറില്ലല്ലോ. മണിയൻ്റെ പരിപാടികൾ, മണിയനാണ് ശരിക്കും ഹീറോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു മേക്കിങ് 3 ക്യാരക്ടറും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി ടൊവിനോ. പക്ഷേ മണിയൻ്റെ ക്യാരക്ടറാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ജാതി പ്രശ്നമുണ്ട്. ചില ആൾക്കാരെ അമ്പലത്തിൽ കയറ്റാത്തതും അമ്പലത്തിലെ മറ്റേ വിഗ്രഹം കാണാൻ സമ്മതിക്കാത്തതും അങ്ങനത്തെ പരിപാടികളൊക്കെ, പഴയ പരിപാടികളൊക്കെ കാണിച്ച് അങ്ങനെ പോകുന്നുണ്ട് പടം ഒരു മിന്നൽ മുരളി റേഞ്ചിലേക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മിന്നൽ മുരളി എന്ന് പറയുമ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ എടുത്ത പോലെ ഒരു ഫീലിംഗ് തോന്നും. പക്ഷേ ഇത് ഭയങ്കര ലാർജർ ദാൻ ലൈഫ്, ഭയങ്കര ഒരു എലിവേഷനാണ്. ഒരുപാട് ആർട്ടിസ്റ്റും ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ഒരുപാട് പ്രോപ്സും ഇതൊക്കെ ആയിട്ട് ഈ പടം ഒരു ലെജൻഡറി ഫിലിമായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടൊവിനോയുടെ 50ാമത്തെ സിനിമ, പുള്ളിയുടെ സമയം ഭയങ്കരമായിട്ട് തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് ഈ സമയത്തിലൊന്നും നമുക്ക് വിശ്വാസം ഇല്ലാതായി പോകുന്നത്. എത്രത്തോളം സമയം നല്ലതാണേലും ഇതുപോലത്തെ പിന്നെയും കിട്ടുമോ? ഇല്ല. അപ്പോൾ സമയമല്ല കാര്യം, പണിയിലാണ് കാര്യം. പണിയും ബുദ്ധി, ഐഡിയാസ് ആൻഡ് പടം ചൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയിലാണ് കാര്യം എന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൊവിനോയുണ്ട്. പുള്ളി അതാണ് മോഡേൺ ആയിട്ടുള്ള 80s 90s കാലഘട്ടത്തിലുള്ള ടൊവിനോ. പുള്ളി എങ്ങനെയാണ് ഈ മോഷണം പരിപാടിയിലേക്ക് എത്തുന്നത് പിന്നെയും? കാരണം അപ്പൂപ്പനും ഒക്കെ മോഷ്ടാവായിരുന്നല്ലോ. അപ്പോൾ ഇവനും ഒരു മോഷ്ടാവായിരിക്കും എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാരൊക്കെ ഇവനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതും, പിന്നെ ഒരു ക്ലീശയായിട്ടുള്ള പരിപാടി, ഒരു വലിയ കാശുകാരൻ്റെ മോളെ ഒരു പാവപ്പെട്ടവൻ പ്രേമിക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്കിതിനകത്ത് ഒരു ക്ലീശയായിട്ട് തോന്നിയത്. പക്ഷേ ആ ക്ലീശയൊന്നും കാര്യമല്ല പടത്തിൻ്റെ മേക്കിങ്ങിൽ. അതിനെ ഒന്നും ക്ലീശയെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതാണ് മേക്കിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ജിതിൻ ലാൽ പിന്നെ നമ്മുടെ റൈറ്ററുമാണ് ഇതിനകത്ത് സ്കോർ ചെയ്തത്. പിന്നെ അഭിനയം, പിന്നെ സെറ്റും കാര്യങ്ങളും ഒക്കെ ഒന്നും നമുക്കൊരു വളിപ്പായിട്ട് തോന്നില്ല. ഇത് 3D ആണേലും നമുക്ക് ഇത് എന്തുവാടെ VFX എന്നുള്ള ഒരു എഫക്റ്റൊന്നും ഈ പടം കാണുമ്പോൾ തോന്നില്ല. ഭയങ്കര ബഡ്ജറ്റിലുള്ള പടങ്ങളൊക്കെ എടുത്തു വെച്ച പോലെയാണ് ഈ പടത്തിൻ്റെ ഒരു മേക്കിംഗ്. അതാണ് ഈ പടത്തിൻ്റെ ഒരു വിജയം. അതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണേലും വന്ന് നിൽക്കുമ്പോൾ നമുക്കതൊരു സ്പെഷ്യൽ എഫക്റ്റും ആ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും നമുക്കൊരു വളിപ്പൊന്നും തോന്നാത്തത്. മൊത്തത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒറിജിനലായിട്ട് ഒരു കഥ എഴുതി അതിനെ ഫീൽ ചെയ്ത് ആ ഡയറക്ടർ അതിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട്, പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ, പിന്നെ ആക്ടറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ്, അതും 10-30 കോടി എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു ബഡ്ജറ്റ്. ഇതുപോലത്തെ ഒരു പടം 30 കോടിയിൽ എടുത്തു വെക്കണമെങ്കിൽ അത് നമ്മുടെ മലയാളത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ എഫേർട്ട് ബൈ ജിതിൻ ലാൽ ടീം. പിന്നെ നമ്മുടെ ടൊവിനോ തകർത്ത് കളഞ്ഞു.